കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ഉം CPI-യും അവർ കാലങ്ങളായി ഒരുമിച്ചാണ് ഈ കേരളത്തെ ഭരിക്കുന്നത്. പക്ഷേ നിലവിലിപ്പോൾ CPM-ഉം CPI-യും തമ്മിൽ പല വിഷയങ്ങളിൽ പല അകൽച്ചകളുണ്ട്, പല വിള്ളലുകൾ വീണിരിക്കുകയാണ് CPM-നും CPI-ക്കും ഇടയിൽ. അതിൽ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രൂക്ഷമായി മുൻപോട്ട് പോകുന്ന ഒരു വിഷയം CPI-യുടെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലേക്കുള്ള ഫണ്ടുകൾ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഒപ്പുവെച്ച് നൽകുന്നില്ല, അവരുടെ ഫയലുകളിൽ കൃത്യമായി ഒപ്പുവെച്ച് നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് CPI-ക്ക് CPM-നോടുള്ളത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരിൽ നടക്കുന്നത് CPM-ന്റെ ഏകാധിപത്യപരമായ രാഷ്ട്രീയമാണ്. CPM-ന്റെ മന്ത്രിമാർക്ക് മാത്രമാണ് KN ബാലഗോപാൽ കാര്യമായ രീതിയിലുള്ള ഫണ്ട് അനുവദിച്ച് നൽകുന്നത്. CPI-യുടെ മന്ത്രിമാരെ അവഗണിക്കുകയാണ്, അവരെ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം CPI-യുടെ ചില വൃത്തങ്ങളിൽ വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുവാൻ വരെ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത് അതായത് KN ബാലഗോപാൽ CPM-ന്റെ മന്ത്രിമാർക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് ആ ഫണ്ടുകൾ അനുവദിച്ചു നൽകുന്നു, അവരുടെ ഫയലുകളിൽ ഒപ്പുവെക്കുന്നു എന്ന രൂക്ഷമായൊരു പരാതിയും ആരോപണവും CPI-യുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന് ഉദാഹരണമായി പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിനും ടൂറിസത്തിനും, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പുകൾക്കൊക്കെ കൃത്യമായി ഫണ്ട് വിനിയോഗിച്ച് നൽകുന്നുണ്ട്, ഫണ്ട് അനുവദിച്ച് നൽകുന്നുണ്ട്, ഫയലിൽ ഒപ്പുവെച്ച് നൽകുന്നുമുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ. പക്ഷേ CPI-യുടെ കൃഷി അടക്കമുള്ള വകുപ്പുകളിൽ കൃത്യമായി ഫണ്ട് നൽകുന്നില്ല, അവരുടെ ഫയലുകൾ ഒപ്പുവെച്ച് നൽകുന്നില്ല. ഇങ്ങനെ ഉണ്ടായാൽ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ കൃത്യമായ വികസനം നടക്കുന്നില്ല, ജനക്ഷേമ പ്രവർത്തനം നടക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുവാനുള്ള സാധ്യത ഉൾക്കൊണ്ടുകൊണ്ടാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പോയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ CPI-യെ അവഗണിക്കുന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ CPI-ക്ക് അപ്രസക്തമാകുന്ന തരത്തിൽ സീറ്റുകൾ നൽകിക്കൊണ്ടായിരുന്നു CPM പരിഗണിച്ചത്. നിലവിൽ CPI വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്ന സീറ്റുകൾ അത്തരത്തിൽ തോൽവി സാധ്യത ഏറെയുള്ള സീറ്റുകളാണ്. അതായത് തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, ഇത്തരത്തിൽ 4 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് CPI-ക്ക് സീറ്റുകൾ ഉള്ളത്. ആ 4ഇടങ്ങളിലും CPI തോൽക്കുവാനുള്ള സാധ്യത വളരെയേറാണ്, അല്ലെങ്കിൽ തോൽക്കാൻ തന്നെയാണ് സാധ്യത എന്ന് ഉറപ്പിച്ചു പറയാം. അത്തരത്തിൽ CPI-ക്കാർക്ക് പോലും അറിയാവുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് അവർക്ക് സീറ്റ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള അവഗണന തന്നെയാണ് വീണ്ടും CPI-യോട് കാണിക്കുന്നതും എന്ന രൂക്ഷ വിമർശനം അവർക്കിടയിലുണ്ട്. തങ്ങളോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളെ ഒന്നും വകവയ്ക്കാത്ത ഒരു സ്വഭാവം എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവ് തോമസ് ചാഴിക്കാടനെ പാലയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ രൂക്ഷമായ വിമർശനത്തിലൂടെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള സംഭാഷണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തിയത്. അത് തെറ്റായിപ്പോയി എന്ന് വാദിക്കാൻ പോലും കഴിയുന്ന ആർജവത്തോടു കൂടി അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ഘടകകക്ഷികൾ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് എന്ന ആക്ഷേപവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുമുണ്ട്. ഇവിടെ ബിനോയ് വിശ്വം നടത്തുന്ന ചർച്ചയിൽ ഗുണകരമായ ഒരു അഭിപ്രായം ഉണ്ടാകും, അല്ലെങ്കിൽ ഗുണകരമായ ഒരു നീക്കം, CPI-ക്ക് ഗുണകരമാകുന്ന ഒരു നീക്കം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളിൽ കടുംപിടുത്തം പിടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞുകൊണ്ട് CPI-യെ ഇത്തവണയും ഒതുക്കുവാൻ തന്നെയായിരിക്കും സാധ്യതകൾ ഏറെ എന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. CPI-യുടെ മന്ത്രിമാർ, CPI-യുടെ എല്ലാ മന്ത്രിമാരും ഈ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട്. അവർ പലതവണ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും കൃത്യമായ ഒരു മറുപടി നൽകുവാനോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുവാനോ CPM-ന്റെ മന്ത്രിമാരെ പരിഗണിക്കുന്നത് പോലെ തന്നെ CPI-യുടെ മന്ത്രിമാരെ പരിഗണിക്കുവാനോ അവർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നകരമായൊരു കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് CPI-യെ അവഗണിക്കുവാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം അവഗണിക്കുകയാണ് CPM എന്ന ഒരു പ്രത്യക്ഷ ആരോപണം കൂടി ഉയരുകയാണ് മുഖ്യമന്ത്രിയുമായി ബിനോയ് വിശ്വം നടത്തുന്ന ഈ ചർച്ചയിലൂടെയും വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് KN ബാലഗോപാൽ CPI മന്ത്രിമാരെ മാത്രം അകറ്റി നിർത്തുന്നത്? അവർക്ക് മാത്രം എന്തുകൊണ്ടാണ് കൃത്യമായി ഫണ്ട് വിനിയോഗിക്കുവാൻ നൽകാത്തത്? മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾക്ക്, ടൂറിസവും പൊതുമരാമത്ത് അടക്കമുള്ള
വകുപ്പുകൾക്ക് ഫണ്ട് വിനിയോഗിക്കുവാൻ വേണ്ടി നൽകുന്നു. അദ്ദേഹം നൽകുന്ന ഫയലുകൾ ധൃതിയിൽ തന്നെ ഒപ്പുവെച്ച് നൽകുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അദ്ദേഹം കൃത്യമായ സമയങ്ങളിൽ ഫണ്ട് വിനിയോഗിച്ച് നൽകുന്നു എന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കൃത്യമായി ഉയർത്തുന്നുണ്ട് CPI. പക്ഷേ ഒരു ചർച്ചയിലേക്ക് മാത്രം കൊണ്ടുവരുവാൻ മാത്രമേ ആ പ്രശ്നങ്ങൾ കൊണ്ട് സാധിക്കുന്നുള്ളൂ. രൂക്ഷമായ ഒരു സമരത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തങ്ങളുടെ നിലപാടുകൾ ഉയർത്തി ഒച്ചത്തിൽ പറയുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്നും ഇടതുപക്ഷത്തില്ല. CPMന്റെ മുമ്പിൽ നിശബ്ദമായി നിന്ന് നൽകുന്ന സീറ്റുകൾ വാങ്ങിപ്പോകുന്ന തരത്തിലേക്ക് മാത്രമേ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്ന് പറയാതെ പറയുന്ന തരത്തിലേക്കാണ് CPIയുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ CPM അവരെ പരിഗണിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. എന്തായാലും ചർച്ച കൊണ്ട് ഫലപ്രദമായ ഒന്നും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിലവിലത്തെ ഈ വിള്ളൽ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് മാറുമോ? എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബിനോയ് വിശ്വം ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ആവശ്യം, രൂക്ഷമായ ഒരു കാരണം മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഉള്ളിൽ കണ്ടുകൊണ്ടെങ്കിലും മുഖ്യമന്ത്രി കൃത്യമായി പരിഗണിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബിനോയ് വിശ്വം ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തോടു കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ എത്തരത്തിൽ പരിഗണിക്കുമെന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിലവിലത്തെ ഈ വിള്ളൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്ന കൃത്യമായ ബോധ്യം ഇടതുപക്ഷത്തിൽ ഉണ്ട്, പ്രധാനമായും CPMനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യുവാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും തീരുമാനിക്കുക. KN ബാലഗോപാൽ ഇതിൽ വ്യക്തമായൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. അങ്ങനെ KN ബാലഗോപാൽ കൃത്യമായൊരു മറുപടി നൽകാതിരിക്കുന്നത് CPMും CPIയും തമ്മിലുള്ള ഈ അകൽച്ച വർദ്ധിപ്പിക്കും, വിള്ളൽ വർദ്ധിപ്പിക്കും എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. കർഷകർക്ക് പെൻഷൻസ് നൽകുന്നതുമായുള്ള പദ്ധതി മുൻപോട്ട് വയ്ക്കുന്നു. അതിന് അനുമതി നൽകി. പക്ഷേ അതിൻ്റെ ഫയലിൽ ഇതുവരെ KN ബാലഗോപാൽ ഒപ്പുവെച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ 20 ലക്ഷം പേരെ ചേർക്കണം, അതിനുവേണ്ടി 20 ലക്ഷം കർഷകരെ ചേർക്കണമെന്ന തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും നിലവിൽ ഇതുവരെയുള്ള അവസ്ഥയിൽ 20,000 പേരെ പോലും ചേർക്കുവാൻ സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തിന് എന്നതും ഒരു രൂക്ഷ ആരോപണമാണ്, ഒരു ആക്ഷേപമായി ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും CPIയെ അവഗണിക്കുന്ന ഒരു പ്രവണത CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ രോക്ഷമാണ് CPIക്കുള്ളിൽ ഉണ്ടാക്കുന്നത്. അത് ചർച്ചയിലൊന്നും അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു രോക്ഷമായി, ആത്മരോക്ഷമായും അല്ലാതെ പ്രതിഷേധ ധ്വനിയിലുമൊക്കെ ഉയരുവാനുള്ള സാധ്യതകളും ഏറെയാണ്. അത് ചെറുതായി കാണേണ്ടതുമല്ല.